ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദ്വാരകയിൽ എത്തിച്ചേർന്നു. ഇക്കാലം യാദവ രാജാവായി ശ്രീകൃഷ്ണൻ ദ്വാരക വാഴുകയായിരുന്നു. ദ്വാരകയിൽ പ്രവേശിച്ചയുടൻ ദുർവാസാവ് മഹർഷി വിളംബരം ചെയ്തു: ഞാൻ ദുർവാസാവ് മഹർഷി, സാക്ഷാൽ പരമേശ്വരന്റെ ചൈതന്യം. എന്നെ അതിഥിയായി സ്വീകരിക്കുവാൻ ആരിച്ഛിക്കുന്നുവോ അവർ ഉടൻ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോവുക. ദുർവാസാവിന്റെ ഭാഷണം ശ്രവിച്ച ദ്വാരകാവാസികൾ ഓരോരുത്തരായി ഗ്രഹത്തിൽ കയറി വാതിലടച്ചു. മൻഗോപിയും അഹങ്കാരിയുമായ ദുർവാസാവിനെ ഗ്രഹത്തിൽ ക്ഷണിച്ചു വരുത്തി അനർത്ഥം സൃഷ്ടിക്കുവാൻ ആരും ആഗ്രഹിച്ചില്ല. ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ തന്റെ പത്നി സമേതം അവിടേക്ക് എഴുന്നള്ളി ദുർവാസാവിനോട് പറഞ്ഞു: മഹർഷി, വന്നാലും അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിനായി എൻ്റെ കൊട്ടാരം കാത്തിരിക്കുന്നു. അങ്ങനെ ദുർവാസാവ് ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ വാസമാക്കി. അപ്പോൾ മുതൽ മഹർഷി തന്റെ പരാക്രമങ്ങളും ആരംഭിച്ചു. പാത്രങ്ങൾ തല്ലിയുടയ്ക്കുക, ഭക്ഷണവുമായി എത്തുന്നവരെ പ്രഹരിക്കുക തുടങ്ങിയ വിനോദങ്ങൾ ദിനംപ്രതി അവിടെ അരങ്ങേറി. എല്ലാം മനസ്സിലായിട്ടും കൃഷ്ണനും രുക്മിണിയും യാതൊന്നും അനർത്ഥവും പ്രകടിപ്പിച്ചില്ല. ഒരു ദിവസം ദുർവാസാവ് ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു: ഹേ ദ്വാരകാധിപതി, എനിക്ക് പായസം ഭക്ഷിക്കുവാൻ ആഗ്രഹം തോന്നുന്നു. ഉടൻ തന്നെ അത് എത്തിക്കുക. അതനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനും പത്നി രുക്മിണിയും ചേർന്ന് പായസം ഉണ്ടാക്കി. ദുർവാസാവ് മഹർഷി ആവി പറക്കുന്ന പായസത്തിൽ നിന്നും അല്പമെടുത്ത് ഭക്ഷിച്ചതിനു ശേഷം ശ്രീകൃഷ്ണനോട് കൽപ്പിച്ചു: വാസുദേവ, ഈ ഉച്ഛിഷ്ടം താങ്കളുടെ ശരീരത്തിൽ തേക്കുക. ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി അപ്രകാരം ചെയ്തു. എന്നാൽ കാൽവെള്ളയിൽ മാത്രം അദ്ദേഹം പായസം പുരട്ടിയില്ല. അനന്തരം ദുർവാസാവ് മഹർഷി രുക്മിണിയോട് വരുവാൻ കൽപ്പിച്ചു. കൈകൾ കൂപ്പി വന്നു നിന്ന രുക്മിണിയുടെ ശിരസിലൂടെ മഹർഷി പായസപാത്രം കമഴ്ത്തി. ചൂട് പായസം ദേവിയുടെ ശിരസിലൂടെ ഒലിച്ചിറങ്ങി. എന്നിട്ടും ശ്രീകൃഷ്ണനും രുക്മിണിയും അനർത്ഥം പ്രകടിപ്പിക്കാതെ വന്നപ്പോൾ മഹർഷി രുക്മിണിയെ വലിച്ചിഴച്ചുകൊണ്ട് പുറത്തു കടന്നു. എന്നിട്ട് ദേവിയെ രഥത്തിൽ ബന്ധിച്ച് രഥം പായിച്ചു. അതിശീഘ്രത്തിൽ മഹർഷിയും കൊണ്ട് രുക്മിണി രഥം പായിച്ചു. വേഗതയിലാകട്ടെ ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ട് മഹർഷി ഇടയ്ക്കിടെ ചമ്മട്ടിക്കൊണ്ട് രുക്മിണിയെ പ്രഹരിക്കുന്നുണ്ടായിരുന്നു. വായു വേഗതയിൽ പായുന്ന രഥത്തിന് പിന്നാലെ ശ്രീകൃഷ്ണൻ ഓടി. ഒടുവിൽ ആ യാത്ര ദ്വാരകയ്ക്ക് പുറത്തുള്ള ഒരു കാട്ടിൽ അവസാനിച്ചു. ദുർവാസാവ് മഹർഷി ഉടൻ തന്നെ രഥത്തിൽ നിന്നിറങ്ങി വനത്തിലേക്ക് ഓടിത്തുടങ്ങി. അമ്പരന്ന് നിന്ന ഭഗവാനോടും രുക്മിണിയോടും അദ്ദേഹം ഇപ്രകാരം വിളിച്ചു പറയുകയും ചെയ്തു: ശ്രീകൃഷ്ണ, ഞാൻ അങ്ങയെ പരീക്ഷിക്കുകയായിരുന്നു. എൻ്റെ പരീക്ഷയിൽ താങ്കളും രുക്മിണിയും വിജയിച്ചിരിക്കുന്നു. എൻ്റെ ഉച്ഛിഷ്ടം യാതൊരുവിധ അനർത്ഥവും കൂടാതെ അങ്ങും പത്നിയും സ്വീകരിച്ചു. അതിനാൽ ഗോകുല നായക, ആ പായസം തയ്ക്കപ്പെട്ട അങ്ങയുടെ ശരീരഭാഗങ്ങളിലൊന്നും ആയുധമേൽക്കാതെ വരുന്നതായിരിക്കും. രുക്മിണി, നീ ശ്രീകൃഷ്ണൻ ഉചിതയായ പത്നിയാണ്. നിനക്ക് ജലതരകളോ വാർദ്ധക്യമോ ഉണ്ടാകുന്നതല്ല. ആശ്ചര്യത്തോടെ പരസ്പരം നോക്കുന്ന ശ്രീകൃഷ്ണനോട് രുക്മിണിയോടുമായി ദുർവാസാവ് തുടർന്നു: ശ്രീകൃഷ്ണ, ഞാൻ ഭഗവാൻ ശിവൻ തന്നെയാണ്. എൻ്റെ വാക്കുകളുടെ ശക്തി താങ്കൾക്ക് അറിവുള്ളതാണ്. ഞാനിതാ യാത്രയാകുന്നു. അടുത്ത ക്ഷണം ദുർവാസാവ് അപ്രത്യക്ഷനായി. അടുത്തത് മഹേശൻ ഗംഗയെ സ്തംഭിപ്പിച്ച കഥയാണ്. തുടരും.